ശ്രീ ജോസുകുട്ടി, ഒരു ചോദ്യം, നിർണായകമായ ഒരു ചോദ്യം. US ഈ ആക്ഷനിലൂടെ നിർണായകമായ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണോ? കുറച്ച് നാളായി US പിടിയിലായിരുന്നില്ല പശ്ചിമേഷ്യ, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന റീജിയൻ. വ്യാപാര ബന്ധങ്ങളുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ജിയോ പോളിറ്റിക്സിൽ അമേരിക്ക ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നിരുന്നില്ല. ആ ഭാഗത്ത് ആധിപത്യം ഉറപ്പിക്കാൻ US ഒരു അവസരം ഒരുങ്ങുകയാണോ? ഇനി എന്താവും ഇനി അങ്ങോട്ടുള്ള ആഗോള രാഷ്ട്രീയം? തീർച്ചയായും ആഗോള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ചൈന ഇടപെട്ട് സൗദി അറേബ്യ ഇറാനും തമ്മിലൊരു കരാറുണ്ടാക്കുകയും അവർ തമ്മിൽ ചില ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ചൈന ആ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധത്തിൽ വരുമ്പോൾ അമേരിക്കയ്ക്കൊരു ഡിക്ലൈനിങ് സ്പേസ് ആണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിൽ നിന്ന് മാറിയിട്ട് തീർച്ചയായിട്ടും ഈ സംഭവ വികാസങ്ങളോടുകൂടി അമേരിക്കയുടെ പശ്ചിമേഷ്യയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. പണ്ടും അമേരിക്കയ്ക്ക് ആ ശേഷി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഉപയോഗിച്ചില്ല എന്നുള്ളേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാണേണ്ടത്, ഒരു 1-2 മാസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപിൻ്റെ സന്ദർശനം, സൗദി പ്രിൻസിനെ കാണുന്നു, UAE കാണുന്നു, സിറിയയുമായി കരാറിൽ വരുന്നു. എനിക്ക് തോന്നുന്ന അന്ന് തന്നെ ഇത്തരത്തിലുള്ള അക്രമത്തിനുള്ള ധാരണ ഈ രാജ്യങ്ങളുമായി ആയിട്ടുണ്ട്. കാരണം ഈ രാജ്യങ്ങൾക്കൊന്നും ഇറാൻ ആണവശേഷി കൈവരിക്കുന്നതിന് യാതൊരുവിധ യോജിപ്പും ഇല്ല. അപ്പം അങ്ങനെ മാത്രമല്ല, അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ 19 സൈനിക കേന്ദ്രങ്ങളാണുള്ളത്, 40,000 സൈനികർ, എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള യുദ്ധവിമാനങ്ങൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, മറ്റ് സന്നാഹങ്ങൾ, ഇതെല്ലാം അമേരിക്കയ്ക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അമേരിക്കയ്ക്കൊരു സങ്കോചമുണ്ടായിരുന്നു. ആ സങ്കോചം മാറി അമേരിക്ക പുറത്തു വന്നിരിക്കുന്നു. ഇനി ആഗോള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ ചൈനയോ റഷ്യയോ ഒന്നും തന്നെ ഇറാന് വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ രഹസ്യമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതല്ലാതെ ഇസ്രായേൽ ഇപ്പോൾ ഒരു അറ്റാക്കൊന്നും നടത്തില്ല. അത് നടത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. അത് അമേരിക്കയുടെ മേധാവിത്വത്തിൻ്റെ സൂചനയാണ്. നിയമലംഘനമോ മറ്റോ എന്നുള്ളതൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. ഈ പറഞ്ഞതുപോലെ ഇവിടെ അമേരിക്കയുടെ ഒരു തിരിച്ചറിവാണ്. ഞാൻ ഇതിനിടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തോട് ഉത്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ 79-ന് മുമ്പ് നല്ല ബന്ധമായിരുന്നു. കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോ അമേരിക്കൻ ഗവൺമെൻറ്റാണ്, അത് കുറച്ച് വെസ്റ്റേണൈസ്ഡ് ഗവൺമെൻറ് ആയിരുന്നു. അത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. മാത്രമല്ല ഇറാൻ പല കാലഘട്ടങ്ങളും യഹൂദ സമുദായത്തെ യൂതന്മാരെ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് ചരിത്രപരമായി. അതിൽ ചില ലംഘനങ്ങൾ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചത് 79-ന് ശേഷം അവർ പരസ്പരം പോർവിഴി മുളക്കുന്ന തരത്തിലേക്ക്, അതാ ഞാൻ പറഞ്ഞ ആശയപരമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന്. ആശയപരമായി രണ്ടു കൂട്ടരും ഇപ്പോഴത്തെ നിലവിൽ നടത്തുന്ന വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം നശീകരിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഖൊമേനിയെ മാറ്റുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു ഭരണമാറ്റത്തിലേക്കായിരിക്കാം പലയിടങ്ങളിലും ചെയ്ത പോലെ ഇത് നയിക്കുന്നത്. ഒരു പക്ഷേ അത് പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളവരിൽ കിരീടാവകാശിയായ റസ പെഹ്ലാവി അടക്കം ഉള്ളവരുണ്ട്. അതിലേക്ക് വരാം. ശ്രീ ഹസ്കർ, 30 സെക്കൻഡ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹമാസിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇറാനെ ന്യായീകരിക്കാൻ. അല്ല, ഞാൻ ഈ ഹമാസ് പ്രദീപ് അങ്ങ് കരുതുന്നത് പോലെ ഞാൻ ഹമാസിന്റെ വക്കാലത്തേട്ട് വന്നിട്ടുള്ള ചരിത്രം പറയുമ്പോ, വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊള്ളലിൽ നിന്ന് എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. കാരണം ഇതൊരു ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുതകളെ നിരാകരിക്കുകയാണ്. ഇവിടെ ഇറാന് നേരത്തെ ഡോക്ടർ ജോസുട്ടി പറഞ്ഞതുപോലെ ഇറാന് ഇന്നിപ്പോ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക ഇത്തരം ഒരു ആക്രമണം നടത്തുന്നുണ്ട് ധൈര്യം പോലും കാണിക്കില്ല. ഇസ്രായേൽ പോലും നാം ഈ യുദ്ധത്തിൽ കാണേണ്ടത്, ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഒരു സൈനിക ശക്തിയുള്ള ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന തീവ്രവാദി സംഘടനയെന്ന് നിങ്ങൾ വിളിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുമായി ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ലാതെ അവരുടെ സൈന്യത്തിന് അതിനുള്ള ശേഷിയില്ല. നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കേണ്ടി വരും ഈ HHH എന്ന് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കാം. ശ്രീ ആരിഫ് ഹുസൈൻ, ഒരു 30 സെക്കൻഡ്, ഒരു ചെറിയ കാര്യം പറയാതെ ഇത് പൂർത്തിയാക്കുന്നത് ശരിയല്ല. ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു നൊബേൽ സമ്മാന ശുപാർശയുമായി പോയി പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുകൂടി ഒരു 30 സെക്കൻഡ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് നോബൽ പ്രൈസ് ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരും. അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. കാര്യം സമാധാനം ഉണ്ടാവുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതിന് എന്ത് തന്നെ കാരണം വന്നാലും അതിന് ഇടപെടുന്ന ആൾ ആര് തന്നെയായാലും അയാൾക്കൊരു നോബൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ സമാധാനം ഉണ്ട് എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ്.